ദാവീദ് പറയുന്നു, ഈ പ്രശ്നം തൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ദാവീദിൻ്റെ വാക്ക്, ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഭാഗയ, അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇത് പറയുന്നത് താൻ കുഞ്ഞായിരുന്നപ്പോഴല്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം പറയുന്ന ഒരു വാക്കാണ്. കാരണം അവൻ ഇത് എഴുതുമ്പോൾ അവന് ശത്രുക്കളുണ്ടായിരുന്നു. ആമേൻ. അവൻ ഇത് എഴുതുമ്പോൾ ശൗൽ അവൻ്റെ ശത്രുവായിരുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ചുറ്റും ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ദാവീദ് പറയുന്ന വാക്ക്, എൻ്റെ ദീപത്തെ ദൈവം കത്തിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഇതിനകത്ത് ആരെടുക്കുക സംസാരിക്കുകയാണ്. ചുറ്റും ശത്രുക്കൾ തല പൊക്കി നിൽക്കുമ്പോൾ നിന്റെ ദീപത്തെ കത്തിക്കുന്ന ഒരു സീസൺ ഈ ഞായറാഴ്ച ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഉടകബല ശന്തൽ കമന വൈഷസ് പ്രൗഢി ബിരി ഘടക റഗൽ കമന ഘടക യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. Yes. Lam Shadeni Regal Kamanagadaga Shide Piriamthana in the name of Jesus. Amen. ഞാൻ ആ ഭാഗത്ത് കണ്ട കാഴ്ച ഇങ്ങനെയാണ്. ആമേൻ. ഒന്ന്, സകല ശത്രുക്കളും അവൻ്റെ മുമ്പിൽ ചുറ്റിലും ഉണ്ടായിരുന്നു. രണ്ട്, ശൗൽ എന്ന രാജാവും അവന് ശത്രുവായിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു പുതിയ പ്രതീക്ഷ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നു. എൻ്റെ ദീപം അവൻ കത്തിക്കും. ആമേൻ. ശ്രദ്ധിക്കണേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അതിൻ്റെ അർത്ഥം ഇവന് കത്തിക്കാൻ പറ്റത്തില്ല, ഇവൻ്റെ അകത്ത് കിടക്കുന്ന ദീപത്തെ വേറൊരാൾ കത്തിക്കാൻ പോവുക. ഇന്ന് ഇതിനകത്ത് ആരുടെയൊക്കെ ദൈവാത്മാവ് ശക്തമായി സംസാരിക്കും. ആമേൻ. നിനക്ക് കത്തിക്കാൻ പറ്റാത്തത് കർത്താവ് കത്തിക്കാൻ പോവുക. ശത്രുക്കൾ കാണെ, ചുറ്റുപാടുകൾ കാണെ, ഇന്ന് പകലിൽ ചില വിളക്ക് കത്തുന്നത് പോലെ come on, receive the power. ആത്മസാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാ. ഉടകബല ശാന്തന റീബ ശമനഘടക വൈഡൽ കമനഘടകസി യേശുവിൻ്റെ നാമത്തിൽ ജയ. കർത്താവ് പറയുന്നു, നീ എൻ്റെ ദീപത്തെ സങ്കീർത്തനക്കാർ പറഞ്ഞു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, പുള്ളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വിളക്കുണ്ടായിരുന്നപ്പോൾ പുള്ളി എന്നെ അങ്ങ് കത്തിച്ചാൽ പോരെ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ കയ്യിലൊരു വിളക്കുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും കത്തിക്കും, നമ്മളല്ലേ കത്തിക്കുന്നേ. ആമേൻ. ഈ പുള്ളി പറയുന്നത്, നീ അവൻ്റെ ദീപത്തെ കത്തിക്കുന്നല്ല, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇന്ന് ഈ ദീപം ഏതാണെന്നൊന്ന് പിടികിട്ടണം. നീ അവൻ്റെ ദീപത്തെ കത്തിക്കുന്നല്ല, നീ അവൻ്റെ വിളക്കെന്നെ കത്തിക്കുന്നല്ല, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. തീപ്പെട്ടി ഉണ്ടെങ്കിൽ നമുക്കറിയാം കത്തിക്കാം, പക്ഷെ പുള്ളിയുടെ കയ്യിൽ തീപ്പെട്ടി ഇല്ലാഞ്ഞിട്ടല്ല, ഈ ദീപം വേറെയാ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുക, ഇത് സ്വയമേ കത്തിക്കാൻ പറ്റുന്നതല്ല, ഇത് നാട്ടുകാർക്കും വീട്ടുകാർക്കും കത്തിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് പകലിൽ ദാവീദിന് ലഭിച്ച വെളിപ്പാടനുസരിച്ച് ദാവീദ് പറയുന്നു, എൻ്റെ ദീപത്തെ യഹോവ കത്തിക്കും. ലാം ഷാധേനി റീബൽ കമനഘടക ഷൈഡ പ്രൗഢി ബിരിഘടകസേ ഉത്തന റഗൽ കമനഘടക ഷൈഡി പ്രൗഢി ബിരിഘടകസേ ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ കത്തിക്കും. അപ്പം മനസ്സിലായോ? പുള്ളിക്ക് കത്തിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ പുള്ളി കത്തത്തില്ല. ആമേൻ. ഇത് കത്തിക്കുന്ന ഒരാളെ കുറിച്ച് പുള്ളി പറയുന്നത് യഹോവയാണ്. ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ഞാൻ ആ വാക്യം ഒന്ന് മാത്രം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നു. വേറെ സാധനമൊന്നും എൻ്റെ കയ്യിലില്ല. ആമേൻ. ഈ ഒറ്റ സാധനം എന്ന് രാവിലെ തന്നു, അത് ഞാൻ അവിടെ കൊടുത്തു. അതിൻ്റെ ബാക്കി തീ ഉണ്ടെന്നത് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്കും കിട്ടും. ഹല്ലേലൂയ. വേണമെന്നുള്ളവർക്ക് കിട്ടും. ആമേൻ. അത്രയും ഞാൻ പറഞ്ഞു വിടുക. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം. അപ്പം നീ എൻ്റെ ദീപത്തെ എന്ത് ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അപ്പോൾ വിളക്ക് നമ്മളുണ്ടെങ്കിൽ കത്തിക്കാൻ നമുക്കറിയാം, പക്ഷെ ഇത് നമുക്ക് കത്തിക്കാൻ പറ്റുന്ന സാധനമല്ല. അതുകൊണ്ടാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ദൈവം നീ കത്തിക്കാൻ പോവുക. ആമേൻ. ഇനി എന്താ ഈ ദീപം എന്ന് പുള്ളി ഉദ്ദേശിച്ചേ? വീട്ടിലിരിക്കുന്ന മണ്ണെണ്ണ വിളക്കല്ല, വീട്ടിലിരിക്കുന്ന എമർജൻസി ലാമ്പൊന്നുമല്ല. ഈ ദീപം എന്ന ഈ സങ്കീർത്തന ഭാഗത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്, ദാവീദിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ശ്രദ്ധിക്കണം. ദാവീദിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ദാവീദ് പറയുന്ന ഭാഷ്യമനുസരിച്ച്, ദൈവമേ, നീ എൻ്റെ ഉള്ളിലെ ആത്മാവിനെ ഒന്ന് കത്തിക്കണമേ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഇത് എനിക്ക് കത്തിക്കാൻ പറ്റത്തില്ല, ഇത് നിനക്കേ കത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഇതിനകത്തും സ്വർഗം നിനക്ക് ആ ദീപത്തെ കത്തിച്ചാൽ, പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, ഇത് ആർക്കും അണയ്ക്കാൻ കഴിയത്തില്ല.
ഒരു ശത്രുവിനും കെടുത്താൻ കഴിയത്തില്ല, ഒരു പിശാചിനും ഇതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ സംസാരിക്കുന്നു. സ്വർഗം നിന്റെ ആത്മാവിൽ ചിലതിനെ കത്തിക്കാൻ ഇന്ന് പകൽ തയ്യാർ. ഓ ലാമാന ശകേനിയ റീബ ശമനഗഡഗസി അടകൽ കമനഗഡഗസി വൈശസ് പ്രൗഢിവിരിഗഡഗസി. അഭിഷേകം ഇന്ന് പകലിൽ ചലിക്കട്ടെ. ഇതിനകത്ത് ചില ദീപങ്ങൾ തെളിയാൻ പോവുക, ഇതിനകത്ത് ചില ദീപങ്ങൾ കത്താൻ പോവുകയാ. ഇതിനകത്ത് ദൈവം ചിലതിന് അവേ വിളക്കുപോലെ കത്തിക്കാൻ. ഓ ലാം സാധാര റേബെ ലെഖെമിനി റീബ ശമനഗഡഗസി അടകൽ കമനഗഡഗസി. യേശുവിന്റെ നാമത്തിൽ ജയ ഇന്ന് പകല മഹത്വം ചലിക്കട്ടെ. ഹല്ലേലൂയ. റീബാന ശകേനി അന്തിനിയ റീബൽ പ്രൗഢമനഗഡഗ റക്ഷസ്കമനഗഡഗസി. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഈ ദാവീദ് പറഞ്ഞ വാക്ക്, നീ എൻ്റെ ദീപത്തെ കത്തിക്കുന്ന. അപ്പൊ ശത്രുക്കളും ചുറ്റുപാടിൽ പെരുകുമ്പോഴും ദാവീദിന്റെ ഭാഷ, ഒരൊറ്റ ദീപം തെളിഞ്ഞാ മതി, ഇനി എൻ്റെ ശത്രുക്കൾ എൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല. രണ്ടാമതവൻ പറഞ്ഞു, എൻ്റെ അന്ധകാരങ്ങളെല്ലാം പ്രകാശമായി മാറും. ഇന്ന് ആരുടെയൊക്കെ ദൈവാത്മാവ് ഒരു ദൂതായി പറയുന്നു, ചുറ്റും ശത്രുക്കളും ചുറ്റും അന്ധകാരവും മൂടിയെങ്കിൽ ഒരൊറ്റ ദീപം തെളിഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്ന് ചില വിടുതൽ. ഓ come on, take the fire. കണ്ടേ, ഈ അഭിഷേകത്തിന്റെ തീ ചില ശരീരങ്ങളിലേക്ക് ഈ പകൽക്കാലം വെളിപ്പെടാൻ പോവുകയാ. അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ പോലെ. ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഇത് തീപ്പെട്ടി കത്തിക്കുന്നത് തീയല്ല, ഇത് ആത്മാവിനാൽ കത്തുന്നതാ. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, സിംഹത്തെ കൈകൊണ്ട് അടിച്ചു കൊന്ന എനിക്കും കരടിയെ അടിച്ചു കൊന്ന എനിക്കും വിളക്ക് കത്തിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ ആത്മാവിൻ്റെ വിളക്ക് കത്തണമെങ്കിൽ അത് മനുഷ്യൻ്റെ കൈയാലല്ല, സ്വർഗത്തിൻ്റെ കൈ. വെളിപ്പാട് ഇന്ന് പകൽ ഇതിനകത്തോട്ട് കയറാൻ പോവാ. നീ സ്വർഗത്തിന്റെ കരം തൊട്ടാൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ആർക്കും അണയ്ക്കാൻ കഴിയാത്ത ആത്മാവിന്റെ തീ ചില ശരീരങ്ങളിൽ. Take the fire. അത് കത്താൻ പോവുകയാ. ഇന്നിതിനകത്തുനിന്ന് ചിലത് വെളി വരുന്നത് പട്ടണങ്ങൾക്ക് പ്രകാശമാകും. ഇന്നിതിനകത്തുനിന്ന് ചിലത് പുറത്തു വരുന്നത് ദേശങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന. ഓ, നിന്റെ കുടുംബത്തിനകത്ത് ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ഉണ്ടാക്കി നിനക്കെതിരെ നിൽക്കുന്ന ചില ശക്തികളുടെ നടുവിൽ നീ ഒരു വിളക്കായി സ്വർഗം നിന്നെ കത്തിച്ചു നിർത്താൻ ഈ ദിവസം താല്പര്യപ്പെടുകയാ. ഓ ലമന ശമന ഘടക ലഗതി അന്തന റീബ ശമന ഘടക ശൈല പ്രൗഢി വിരിഘടക പ്രൗഢി അന്തന റീബാന ശകേനിയ. യേശുവിന്റെ നാമത്താൽ ഗ്ലോറി ടു ജീസസ്. വിളക്കുള്ള ഒരു മനുഷ്യൻ പറയുന്നു, ഞാൻ വെയിറ്റിംഗിലാണ്, നീ കത്തിക്കണം. ശ്രദ്ധിച്ചേക്കണേ. ദീപമുള്ളൊരു മനുഷ്യൻ പറയുക, ഞാൻ വെയിറ്റിങ്ങിലാണ്, എൻ്റെ വിളക്ക് നീ കത്തിക്കണം. ഇന്ന് ഇതിനകത്ത് ആരോടൊക്കെ ദൈവം പറയുക, മനുഷ്യൻ്റെ കൈ കൊടുക്കാതെ കർത്താവിന് കൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ തീ ആർക്കും അണയ്ക്കാൻ പറ്റത്തില്ല. ഓ, ഈ തീ ആർക്കും അണയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്യം ഇങ്ങനെ കാണും, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, അവർ ഗോഡ് ഈസ് എ കൺസേണിംഗ് ഫയർ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഈ പകൽ ഞാൻ പറയാം, ദൈവം അഗ്നിയാണ്, ദൈവത്തിങ്കൽ തീയുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ കയ്യിൽ തീയുണ്ട്.
ദൈവം അഗ്നിയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. റൈറ്റ്, ശരിയല്ലേ? ബൈബിൾ അങ്ങനെ പഴയ നിയമം പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിനകത്തും യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ ആള് ചെറിയവനല്ല, അവൻ്റെ ചെറുപ്പിൻ്റെ വാരഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. അവൻ നിങ്ങളെ തീ കൊണ്ടും വെള്ളം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നവൻ. അതിൻ്റെ അർത്ഥം എൻ്റെ പുറകിൽ നിന്ന് വരുന്നവൻ്റെ കയ്യിൽ ദീപത്തെ കത്തിക്കുന്ന ഒരു തീ ഉണ്ട്. ഓ യെസ് 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 യെസ്. ഈ റെവലേഷൻ നിന്റെ അകത്ത് വന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നിന്റെ വിളക്ക് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോവുക. ഓ യെസ് 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 യെസ്. നീ നിന്റെ വിളക്ക് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോവുക. നീ നിന്റെ വിളക്ക് ദൈവത്തിന്റെ കയ്യിലേക്ക് ഇടാൻ പോവുക. ഇന്ന് ആത്മാവ് ആരുടെയൊക്കെ പറയുന്നു, ചില അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. യേശുവേ Ribala Shandal Proudibiri Katago Rachas Kamanagadaga Shaidibiri Amthini Ribal Proudamanagadago Rachas Kamanagadaga Shandal Kamanagadaga. Amen. ഈ തീ ഇങ്ങനെ വാരി ദൂരെ നിന്ന് എറിയാനൊന്നും പറ്റത്തില്ല. എന്നാ പിന്നെ ദാവീദ് നേരത്തെ ഇത് എറിഞ്ഞു പിടിച്ചേനെ. പുള്ളി ഇപ്പൊ പറയുക, ഞാൻ വെയിറ്റിങ്ങിലാണ്, ഐ എം വെയിറ്റിംഗ്, എൻ്റെ ദീപം നീ കത്തിക്കണം. അപ്പൊ ദൈവം തീയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ തീ കത്തേണ്ടത് ജഡത്തിലല്ല, ഈ തീ കത്തേണ്ടത് ആത്മാവിലാണ്. അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ പഠിക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഈ 18 സങ്കീർത്തനത്തിൽ ഞാൻ ഈ വായിച്ച വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഇവിടെ നിങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചു നോക്കണം. ഈ ദീപം കത്തുന്നത് ജഡത്തിലല്ല, ദീപം കത്തുന്നത് ആത്മാവിലാണ്. ഹല്ലേലൂയ. ഈ തീ കത്തണമെങ്കിൽ ഇങ്ങോട്ട് ചുമ്മാ കത്തത്തൊന്നുമില്ല, ഈ തീയുടെ അടുത്തേക്കൊന്ന് പോകണം. അതാ പുള്ളി പറഞ്ഞു, ഞാൻ വെയിറ്റിങ്ങില്ല ദൈവമേ, ഞാൻ വെയിറ്റിങ്ങില്ല. ഇതിനകത്തെ കാലങ്ങളോ മാസങ്ങളോ ആയി വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിന്റെ അകത്തൊരു തീഗോളമായി മാറും. നിന്റെ അകത്തൊരു അഗ്നിയുടെ ഗോളമായി അത് വെളിപ്പെടാൻ പോവുക. ചിലർ അഗ്നിയുടെ അഭിഷേകം ഇന്ന് പകൽ നിറയും. തീ മൂടുന്നത് പോലെ നിറയട്ടെ തീയുടെ അഭിഷേകം ചില ശരീരങ്ങള് ഈ പകലിൽ മൂടാൻ പോവുക. ഓ, വ്യത്യസ്തമായ അനോയിന്റിങ്, വ്യത്യസ്തമായ അഭിഷേകം നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. റിസീവ് ദ പവർ. ഓ ലാം ഷാദ റകമന ശബറ ഹദൽ കമന ഗഡഗസി വൈഷസ് പ്രൗഡി ബിരി ഗഡഗസി യേശുവിന്റെ നാമത്താൽ ജയം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. God is a consuming fire. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെങ്കിൽ ഈ അഗ്നിയുടെ അടുത്തേക്ക് നീ പോയാൽ നീ ജഡത്തിലല്ല കത്താൻ പോകുന്നത്, ആത്മാവിലൊരു കത്തല് വരും. ജഡത്തില കത്തുന്നെങ്കിൽ ജഡം അതിനെ അണയ്ക്കും, പക്ഷെ ആത്മാവില കത്തുന്നെങ്കിൽ ജഡത്തിന് അണയ്ക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുക, ജഡത്തിൽ തുടങ്ങിയത് ജഡത്തിൽ അവസാനിക്കും, പക്ഷെ ആത്മാവിൽ തുടങ്ങുന്നത് ജഡത്തിൽ അല്ല അവസാനിക്കുന്നത്. അത് ആത്മാവിൽ ചിലത് ചെയ്യാൻ. ഓ come on, come on, come on, come on. ഈ തീ നിന്നിൽ ജഡത്തിലല്ല കത്തേണ്ടത്, നിന്റെ ആത്മാവിനെ ദൈവം കത്തിക്കാൻ പോവുക. യെസ്, ഒരൊറ്റ തീ സ്വർഗം നിന്റെ മേലിട്ടാൽ, നിന്റെ അന്തരംഗത്തിനകത്ത് ആത്മാവിന്റെ തീ വെളിപ്പെട്ടാൽ നീ സാധാരണക്കാരനോ സാധാരണക്കാരിയോ അല്ല. ഇന്നു മുതൽ നീ വ്യത്യസ്തനാകാൻ പോകുന്നു. അഭിഷേകം നിന്നെ വ്യത്യസ്തമാക്കാം. ചിലത് വ്യത്യസ്തമായി മാറും. ആമേൻ, 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 ആമേൻ. ഗ്ലോറി ടു ജീസസ്. ഈ തീയുടെ അടുത്ത് നിങ്ങൾ പോയാ ഈ ദീപം അറിയാണ്ട് കത്തി തുടങ്ങും. ആമേൻ. ഈ തീയുടെ അടുത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ദീപം അറിയാണ്ട് കത്തും. ഒരു കാര്യം കൂടെ പറയാം, തീ ഇല്ലാതെ ദീപം കത്തത്തില്ല.
നമുക്ക് വേണ്ടത് ഭൗതിക തീയല്ല, നമുക്ക് വേണ്ടത് ആത്മീയ തീയ. തീ ഇത് ഇരിക്കുന്നിടത്തേക്ക് നീ ഒന്ന് ഇരുന്ന് നോക്ക. അടുത്തു വന്നാൽ തമ്പുരാൻ പറയും എൻ്റെ അഗ്നി അവനിലേക്ക് കൈമാറും. ഞാൻ ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കപ്പെട്ട ദൈവം എൻ്റെ അകത്ത് തന്നൊരു ഭാഗം എന്ന് പറയുന്നത് ശമൂവേൽ പ്രവാചകനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ അമ്മ അവനെ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് ദൈവത്തോട് ചോദിച്ചിട്ടൊരു കുഞ്ഞിനെ കൊടുത്തു. ഈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളൊരു നേർച്ച നേർന്നതാ, ഈ തലമുറയെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാം. ആമേൻ. അവളുടെ നേർച്ച വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പാലുകൂടി മാറിയ സമയത്ത്, വാരി തിന്നാൻ പരുവാവുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് ദൈവാലയത്തിൽ വെച്ചു. ഏലി പുരോഹിതനോട് പറഞ്ഞു, ഇവനെ ദൈവത്തിന് ഞാൻ വിട്ടിരിക്കുക, അതുകൊണ്ട് ദൈവാലയത്തിൽ കിടക്കട്ടെ. ഏലി പുരോഹിതൻ ഈ നേർച്ചയെ സ്വീകരിച്ചു. നേർച്ചയെ സ്വീകരിച്ച ഏലി പുരോഹിതൻ ഇവനെ ദൈവാലയത്തിലിട്ട് വളർത്തി. തൻ്റെ 2 തലമുറകൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. കൂട്ടത്തിലിട്ട് വളർത്തി. പക്ഷേ ഏലി പുരോഹിതൻ്റെ പിള്ളേർ അത്ര നല്ലതായിരുന്നില്ല. ഈ പിള്ളേരെ കുറിച്ച് ഒത്തിരി അലിഗേഷൻ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിട്ട് പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് വിടുക. ആമേൻ. നേരാവണ്ണം യാഗം നടത്തത്തില്ല, യാഗത്തിൽ വീഴുന്നത് വേകാൻ അനുവദിക്കത്തില്ല, യാഗം പൂർത്തിയാകുന്നതിന് മുമ്പ് അവർ തിന്നാൻ അവർക്കുള്ളതിനെ വാരിക്കൊണ്ടുപോകും. പിന്നെ വെളിയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും യുവമാർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കുറേ നാൾ പോയപ്പോൾ പലരും ചിന്തിച്ചു, ദൈവം ഇതൊന്നും കാണുന്നില്ലേ? തമ്പുരാൻ കാണാഞ്ഞിട്ടല്ല, കണ്ട് മടുത്തിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ചിലരുടെയൊക്കെ ചോദ്യം അതാ, ഇതൊക്കെ ചെയ്യുമ്പോഴും ദൈവം ഒന്നും കാണുന്നില്ലേ? കാണാഞ്ഞിട്ടല്ലെന്നേ, കണ്ട് മടുത്തിരിക്കുക. എല്ലാം കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് സംസാരിക്കും തമ്പുരാൻ. നിങ്ങളെ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ നല്ല പാർട്ടിക്കാരെന്ന് എനിക്കറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ഈ തീയുടെ ഇടയിൽ എന്തിനാ ഉപദേശം? പോട്ടെ, അതൊക്കെ വിട്. അപ്പോൾ ഈ ഏലി പുരോഹിതൻ അത് നോക്കണമേ, ഈ ശമൂവേൽ ബാലനെ ചർച്ചിലിട്ട് വളർത്തുക. പുള്ളി കിടന്നത് എവിടാന്നറിയാവോ? വീട്ടിലല്ല, ആലയത്തിലാ. എന്നോടുണ്ടോ നിങ്ങൾ? പുള്ളി കുഞ്ഞാ. അവൻ കുഞ്ഞു ബാലൻ, വാരി തിന്നാൻ പരുവായതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ കൊണ്ട് ചർച്ചിലിട്ട് പുള്ളി ചർച്ചയിൽ കിടന്ന് വളരുക. ആദ്യം കിട്ടിയ പണി മുറ്റമടിക്കുക, പിന്നെ ആലയം ഒന്ന് ക്ലീൻ ചെയ്യുക, പിന്നെ വിളക്ക് എണ്ണ ഒഴിക്കണം, കത്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പണിയൊക്കെ കിട്ടി പുള്ളി അങ്ങ് ചെയ്തു പോവുക. ഇച്ചിരി ദിവസം കഴിഞ്ഞപ്പോൾ ഏലി അകന്നു. അതിൻ്റെ അർത്ഥം പുള്ളി പെട്ടകത്തിൽ നിന്ന് ഇത്തിരി ദൂരെയാ, പക്ഷേ അടുത്തു വന്നത് ഒരു ചെറുക്കനാ. ഇച്ചിരി ദിവസം നോക്കി, ഇവൻ പോകുന്നില്ല. ഇവൻ പിന്നെയും എന്നോട് അടുത്തടുത്ത് വരികയാ. ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ കൊച്ചനുണ്ടല്ലോ, ഈ അഗ്നിയോട് അടുത്തടുത്ത് വരികയാ. ഒരു ദിവസമായി പെട്ടകത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മനസ്സിലായി. പലരും എന്നെ വിട്ടകലുമ്പോൾ ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് വരികയാ. ഒരു രാത്രിയിൽ ഈ പെട്ടകം അവനെ വിളിച്ചു. ശമൂവേലേ. അറിഞ്ഞില്ല അവൻ. വഴിമാറി ഏലി പുരോഹിതൻ്റെ അടുത്ത് പോയി. പക്ഷെ കർത്താവ് പറഞ്ഞു, ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാനല്ല നിന്നെ വിളിച്ചത് യഹോവയായിരിക്കും. ആമേൻ. നീ ചെന്ന് കിടന്നുറങ്ങെന്ന് പറഞ്ഞു വിട്ടതാ. ബൈബിൾ വായിച്ചാൽ അറിയാം. ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമത് പിന്നെയും വിളിച്ചു. 3 വട്ടം വിളിച്ചിട്ടും ആമേൻ ഈ പുള്ളിക്കാരൻ വഴി മാറിപ്പോയി. അത്രയും അറിവില്ലെന്നേ. പക്ഷെ പെട്ടകം 4ാം തവണ വിളിക്കുമ്പോൾ ഏലി പറഞ്ഞു, ഇനി നിന്നെ വിളിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഇരിക്കുന്നിടത്ത് മുഴങ്കാലി മടക്കിയിട്ട് ഒരു വാക്ക് സംസാരിക്കണം. യഹോവേ, അടിയനിതാ, അടിയനോട് സംസാരിക്കണം. 4ാം തവണ ആമേൻ ഒന്നും അറിയാത്ത കൊച്ചനോട് പുരോഹിതൻ പറഞ്ഞെടുത്തു, ഇങ്ങനെ പറഞ്ഞാൽ മതി, ബാക്കി നിന്നോട് ഇടപെടാൻ ദൈവത്തിനറിയാം. ഇന്ന് പകൽക്കാലം ആദിപാഠങ്ങൾ പഠിച്ച് ആമേൻ ശമൂവേൽ എന്ന ബാലൻ പെട്ടകത്തിൻ്റെ അടുക്കൽ മുട്ടുകുത്തിയിട്ട് 4ാം തവണ ശബ്ദത്തോട് പ്രതികരിച്ചു, യഹോവേ, അടിയനിതാ, അടിയനെ അനുഗ്രഹിക്കണം, അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാ, 4ാം തവണ ദൈവത്തിന് ഇഷ്ടമായി കൊള്ളാം. എന്നോട് അടുത്തു വന്നവൻ എൻ്റെ ശബ്ദത്തെ കേൾക്കാൻ കാത് കൊടുക്കുകയാ. എന്നെ അറിയാൻ അവൻ കാതോർക്കുകയാ. ആരോടോ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, പലരും അകന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തു വരുന്ന ചിലതിനെ സ്വർഗം ശ്രദ്ധിക്കുന്നു. ഇന്ന് നിന്റെ ദീപത്തെ കത്തിക്കുന്ന ഒരു തീ,
ഇതിനകത്തേക്ക് ചലിക്കാം. വൈഡം ജനാധരാമന ഘടക റീവൽ പ്രൗഢിബിരി ഘടകസേ വൈശസ് പ്രൗഢിബിരി ഘടകസേ. എവിടേക്കോ ദൈവാത്മാവ് ശക്തിയോടെ സംസാരിക്കുന്നു. ഇന്ന് പകലിലെ മഹത്വം വെളിപ്പെടുകയാ. ഇന്ന് പകല മഹത്വം ഇറങ്ങി വരികയാ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ചലിക്കപ്പെടാൻ പോവുകയാ. ശക്തമായി ദൈവാത്മാവ് പറയുന്നു, ആമേൻ, നീ അടുത്തു വരുന്നത് സ്വർഗം കണ്ടോ. അന്ന് രാത്രി ശമൂവേലിനെ ദൈവം ഒന്ന് കത്തിച്ചെന്ന് വേണം പറയാം. ഒരൊറ്റ ടച്ചിങ്ങിൽ അവനെ അങ്ങ് കത്തിച്ചു. അവന്റെ ദീപം ദൈവം തെളിയിച്ചു കഴിഞ്ഞപ്പോ സത്യം പറയാലോ, രാജാക്കന്മാർ അവന്റെ വീട് തേടി വരുന്ന കാലഘട്ടം ഉണ്ടായി. ഇന്നലെ ചർച്ച് തൂത്തും പാവിരിച്ചും ഒലിവെണ്ണ ഇടിച്ചു പിഴിഞ്ഞെടുത്ത വിളക്കിലൊഴിച്ച് തിരിതെളിച്ചിരുന്ന ഈ ബാലന്റെ വീട് അന്വേഷിച്ച രാജാക്കന്മാർ വരുന്ന കാലഘട്ടമുണ്ടായി. ഇന്ന് ഞാനും നിങ്ങളോട് പറയാ, നിന്റെ ദീപത്തെ കർത്താവ് തെളിയിച്ചാൽ നിന്റെ സ്ഥിതി മാറും. ഈ വെളിച്ചത്തിലേക്ക് ഉന്നതന്മാർ നടന്നു വരുന്ന ഒരു കാലഘട്ടം ഓപ്പണാകട്ടെ. എവിടേക്ക് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ചലിക്കപ്പെടുന്നു. ഈ അഭിഷേകം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ അകരട്ടെ. വാസ്തവമായിട്ട് ഞാൻ പറയുക, ഒറ്റ പ്രാവശ്യം ദൈവം അവന്റെ ദീപത്തെ ഒന്ന് കൊളുത്തി കത്തിച്ചു. സത്യം പറയാലോ, നിങ്ങൾ താഴോട്ട് വായിച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റും. ദാൻ മുതൽ ബർശേബ വരെ അവൻ വിശ്വസ്ത പ്രവാചകനായി ഇസ്രായേലിന്റെ മേൽ വാണു. അതിന്റെ അർത്ഥം മരിക്കുന്നത് വരെ അവൻ തെറ്റിയിട്ടില്ല. അവൻ അതുവരെയും പ്രകാശിച്ചു കൊണ്ടിരുന്നു. കർത്താവ് നിന്റെ ദീപത്തെ തെളിക്കുന്നതെങ്കിൽ അത് 5 കൊല്ലത്തേക്ക് കഴിഞ്ഞണയത്തില്ല, 10 കൊല്ലം കഴിഞ്ഞണയത്തില്ല. നീ മരിക്കുന്ന വരെ വിശ്വസിക്കാൻ കഴിയുന്നവന്റെ മേൽ ഇന്ന് പകൽ ഈ മഹത്വത്തിന്റെ തീ receive the power. ഇറങ്ങട്ടെ, മഹത്വം ചലിക്കട്ടെ. ഇന്ന് പകല സാന്നിധ്യം വെളിപ്പെടാൻ പോവുക. 5 കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്കല്ല. ആത്മാവ് ശക്തമായി പറയുന്നു, നീ അവസാനിക്കുന്നിടം വരെ ഈ തീ കത്തും. നിന്റെ ആത്മാവിൽ കത്തും, നിന്റെ ആത്മാവിൽ കത്തും. നിന്റെ ആത്മാവിൽ കത്തും, നിന്റെ ആത്മാവിൽ കത്തും. കാലം മാറുന്നു കുഞ്ഞ്, കഥ മാറുന്നു, ചരിത്രങ്ങൾ മാറുന്നു. നീ തേടി പോവുകയല്ല, നിന്നെ തേടി ചിലതൊക്കെ വരുന്ന ഒരു സീസൺ പിടിക്കാൻ പറ്റുന്നവർ ഇന്ന് പകൽ ഈ അഭിഷേകത്തെ സ്വീകരിച്ചു. നീ കാലം മാറുന്നു, ചരിത്രം മാറുന്നു. നീ തേടണ്ട, നിന്നെ തേടി ചിലത് വരും. ലാംഷതേനി റീബത് ശമന വൈഡൽ കമനഗടക റീബാലാകെ റീബ ശമനഗടകസെ അത്യുന രക്ഷസ് കമനഗടക വൈഡ പ്രൗഢിബിരി ഗടകസെ. അഭിഷേക ഇന്ന് പകലിൽ ഇതിനകത്ത് ചലിക്കട്ടെ. Glory, glory to Jesus. ലാംഷതേനി റീബാലാകമാനശെ വൈഡൽ കമനഗടകസെ അത്യുന രക്ഷസ് കമനഗടകസെ വൈഡൽ പ്രൗഢിബിരി ഗടക അന്തൽ പ്രൗഢമനഗടകസെ. ആത്മാവരുടൊക്കെ പറയുന്നു, ഇത് 5 കൊല്ലം കഴിഞ്ഞ് അണയത്തില്ല. കാരണം എന്തെന്നറിയാമോ? ഈ തീ ജഡത്തിലല്ല കത്തുന്നത്, ഇതകത്താ കത്തുന്നത്. നിന്റെ അകത്ത് കത്തുന്ന തീ അണയ്ക്കാൻ ഇവിടത്തെ മന്ത്രവാദിക്ക് പറ്റത്തില്ല, ഇവിടത്തെ ആഭിചാരകന്മാർക്ക് കഴിയത്തില്ല, ഇവിടത്തെ ശത്രുക്കൾക്ക് പറ്റത്തില്ല. നിന്റെ അകത്തെ തീ. Holy Spirit,
എവിടേക്ക് മഹത്വം ഇതിനകത്ത് ചലിക്കുന്നു, ആരുടെയൊക്കെ ഹൃദയങ്ങൾക്കകത്ത ആ തീ ഇറങ്ങി വരാൻ പോവുക, തീ വെളിപ്പെടാൻ പോവുകയാ, തീയുടെ സാന്നിധ്യം ഇറങ്ങി വരാൻ പോവുക. ഇന്ന് ഈ പകൽ ചിലര് അഗ്നിയാലുള്ള അഭിഷേകം പ്രാപിക്കാൻ പോവുക. അഗ്നി അഭിഷേകം, തീ കൊണ്ട് നിന്നെ മൂടുന്ന ചില അനുഭവങ്ങൾ ഇതിനകത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ചില മേൽ നിന്റെ മേൽ സ്വർഗം പകരുന്നു. Fire! Take the glory, take the glory, take the glory, take the glory, take the glory. ഈ അഭിഷേകം ഒരു തീ പോലെ, ഒരു തീ പോലെ, ഒരു തീ പോലെ, ഒരു തീ പോലെ, തീ പോലെ, തീ പോലെ നിന്റെ മേൽ ചലിക്കട്ടെ. പിടിച്ചോളെ, പിടിച്ചോളെ. ദൈവശക്തിയുടെ പകർച്ച ഇന്ന് പകലിൽ സംഭവിക്കുന്നു. പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരു ആത്മാവിന്റെ തീ ഈ പകലിൽ. പുറകറ്റത്തേക്കല്ല, ദൈവശക്തി ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു. ചിലതിന്റെ കാൽപാദങ്ങളിൽ തീ തൊടുകയാ, ചിലതിന്റെ കാൽപാദങ്ങളിൽ തീ തൊടുകയാ, തീ തൊടുകയാ, തീ തൊടുകയാ. ഇരിക്കാൻ കഴിയാത്ത വിധ ആത്മാവിന്റെ തീ. Fire! Lamanashe, Rimanasheke, Riba Lakamana, Riba Shekenia, Ribal Proudi Bidicataga, Atuna, Rachas Kamanagase, Shakiri anointing in the hole in a Kata Chalikanunda, Yan Paranello, Chila Divan Katambua, Nalagalai waiting in the gill, Nina Katikan of the Rajipastala, Nina Katikan of the Kavala Manushanala, Nina Kuvendi, Arko Manakan Kadiatada, Arko Manakan Kadiatada, Imnidinagata, Ninda Atmavil. പിടിച്ചോളെ, പിടിച്ചോളെ. ചിലതിനെ എടുത്തെറിയുന്ന പോലെ ദൈവശക്തിയുടെ വലിയ മഹത്വം. Fire of God. La brashekenia, Ribana shekenia, Ribal proudi birigadagase. അഭിഷേകം അഗ്നി പോലെ, അഗ്നി പോലെ, അഗ്നി പോലെ. Take. Yes, 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 yes. തീ കൊണ്ട് ചിലതിനെ നിറയ്ക്കുക ദൈവം, തീ കൊണ്ട് നിറയ്ക്കുക. നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല സഹോദരി, നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ബ്രദറെ. ആത്മാവ് നിന്നോടാ പറയുന്നത്, ഇത് പുറത്തെ തീയല്ല, നിന്റെ അകത്തത് കത്തും. വൈടം ശമനം ചാലം ധേര ധേര രഗന. റീവ ശമനം ചാലം ധേരെ 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 ഊട രാബ റീവ ശമന വൈടക രഗനെ അത്യുര വലവല റീവ ശമന വരന്തൽ കവനെ. യെസ് 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 യെസ്. വലിയ അനോയിന്റിംഗ്, വലിയ അനോയിന്റിംഗ്, വലിയ അഭിഷേകത്തെ ഇന്ന് പകൽ സ്വീകരിക്കാൻ ആളുണ്ടോ ഇതിനകത്ത്? റബ ലകമനസെ റീമനശകനി റീവ ശമനഗഡഗസെ അത്യുന രഗൽ കമനഗഡഗ വൈശസ് പ്രൗഡി ബിരിഗഡഗസെ ഇൻ ദ മൈറ്റി പവർ. Wow, wow, lamana shekeni amthini, riba la hatuna rakshas kamanagandagase, waidam chena proudi bidikadago rakshas kamanagandagase. Holy Spirit, atma സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കട്ടെ. ആമേൻ. കർത്താവ് പറയുന്നു, ഇത് കത്തുന്നത് ജഡത്തിലല്ല, ഇത് കത്തുന്നത് ആത്മാവിലാ. ഒരൊറ്റ തീ കത്തിയതേ ഉള്ളൂ. ശമൂവേൽ എന്ന ബാലൻ അപ്പൻ സപ്പോർട്ടില്ല, അമ്മ സപ്പോർട്ടില്ല. പക്ഷേ ദാൻ മുതൽ ബെർശേബ വരെ അവസാനം വരെ അവൻ പ്രവാചകനായിരുന്നു. നിന്റെ ആത്മാവിൽ ഇത് കത്തിയാൽ ഇത് അണയ്ക്കാൻ പിന്നെ ഏലി പുരോഹിതനും പറ്റത്തില്ല. നിന്റെ ഉള്ളിൽ ഇത് കത്തിയാൽ നിന്റെ ശത്രുക്കളതിനെ അണയ്ക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ദാവീദ് ചോദിച്ചത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കണം. നീ എൻ്റെ ദീപത്തെ കത്തിച്ചാൽ പിന്നെ ശൗല് വിചാരിച്ചാലും അണയത്തില്ല, പിന്നെ നാട്ടിലെ ആര് വിചാരിച്ചാലും അണയത്തില്ല, ശപിക്കുന്ന ശിമയി വിചാരിച്ചാലും അണയത്തില്ല. ആത്മാവ് ശക്തിയോട് ഇതിനകത്ത് പറയുക, കർത്താവ് നിന്റെ ദീപത്തെ കത്തിച്ചാൽ യാസ് നിന്റെ ജീവിതം ആമേൻ മാറാൻ പോവുക, നിന്റെ അനുഭവം മാറാൻ പോവുക, നിന്റെ ചരിത്രം മാറാൻ പോവുക. ആമേൻ. Lamana shada rakamana base
റീമാന ഷെഖേനി റീബാലാബ ഷന്തൽ പ്രൗഢിവീരി ഘടക റക്ഷസ്കമന ഘടകസി. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ആത്മാവിൽ ചില കത്തലുകൾ ഇന്ന് സംഭവിക്കും. എല്ലാവർക്കും ഇത് റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കാലങ്ങളായി അണഞ്ഞു കിടക്കുന്ന ചിലത് ഇന്ന് പകൽ കത്തും. കാലങ്ങളായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിലതിന് ഇന്ന് പകൽ ദൈവം ദീപത്തെ തെളിയിക്കും. തെളിയിക്കുന്നത് വെറുതെയല്ല, നീ തെളിഞ്ഞാൽ അന്ധകാരങ്ങൾ മാറാൻ പോവുക. ഓ യെസ് 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 യെസ്. ഇന്നലെ വരെ നീ കണ്ടത് ചുറ്റും ഇരുട്ട. നീ എന്ന വിളക്ക് കർത്താവ് തെളിയിച്ചാൽ ഒരൊറ്റ ഇരുട്ടിനും നിന്റെ വീട്ടിനകത്തോ, നിന്റെ ചുറ്റുപാടുകളിലോ, നിന്റെ ദേശത്തോ ഇരിപ്പാൻ കഴിയത്തില്ല. ഓ തൊടുന്നു തൊടുന്നു തൊടുന്നു. ഈ അഭിഷേകം ഒരു തീ പോലെ പിടിച്ചൊതുക്കാൻ കഴിയാത്ത തീ 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 ഫയർ. La satara la base rimana shakeni riva shamana gadagase fire rabase lam shateni rimana shakeni riva shamana gadagase. ആത്മാവിന്റെ തീ എവിടേക്കോ ചലിക്കുന്നു കേട്ടോ. ചില ഹൃദയങ്ങൾക്കകത്തേക്ക് ഒരു തീ ഗ്വാളം പോലെ വന്ന് പതിക്കുകയാ, വന്ന് പതിക്കുകയാ, വന്ന് പതിക്കുകയാ, വന്ന് പതിക്കുകയാ. ദൈവം ചിലതിന് കത്തിക്കട്ടെ. Oh! Ramana Shada Ramana Vaishas Proudi Biri Gataga Atina Regal Kamana Gataga Vaishas Proudi Biri Antene Rimana Shandal Kamana Gataga Ribala Hadal Kamana Gataga se Vaishas Yantana Ribat Shamana Gataga se Shaktamai Devata Marino Ayiti Veraya Idagata Gatambogunde Ninne Tagarkanamanne Vijarikkinavana നിന്റെ ജഡത്തെ മാത്രമേ തൊടാൻ പറ്റൂ. നിന്റെ ആത്മാവിലെ തീയെ തൊടാൻ അവന് കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയരെ, നീ ജയിക്കുന്നേ. ഓ ഓ ഓ come on, yes, receive the fire, receive the fire, receive the fire. lam shata rakabana Rimana Shekenia. എവിടേക്ക് ആത്മചലനങ്ങൾ സംഭവിക്കാൻ പോവുക. റിബല ഹദല ജലഘടക റീവ ശമനഘടക രക്ഷസ്കമനഘടകസി. നീ അല്ലെന്നേ ഉടയാൻ പോകുന്നേ. ആമേൻ. ബാധ്യത കൊണ്ട് നിന്നെ അണയ്ക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ പുറത്തല്ല കത്തുന്നത്, നിന്റെ അകത്താ തീ. ഈ ദീപം നിന്റെ ജഡത്തിലല്ല, ഈ ദീപം നിന്റെ ആത്മാവാ. ഓഹോ lam shata rakha manase ribala balaba. മോശയെ നിങ്ങൾക്കറിയാലോ. മോശ 40 കൊല്ലം കറങ്ങി നടന്ന് 80-ാം വയസ്സിൽ ഹോരേബിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മോശ. ഹോരേബിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ആട്ടിടയനാ പച്ചില കണ്ടാൽ തീ കത്തിയാൽ പുള്ളി അണയ്ക്കും. ആമേൻ. പക്ഷെ പച്ചിലയുടെ മുകളിൽ, മുള്ളുകളുടെ മുകളിൽ കത്തുന്ന തീ അണയ്ക്കാൻ നോക്കിയിട്ട് പുള്ളിക്ക് പറ്റുന്നില്ല. കാരണം ഇത് മനുഷ്യനെ കെടുത്താൻ പറ്റുന്ന തീ അല്ല. നിന്റെ ആത്മാവിൽ കത്തുന്ന തീ ഉണ്ടല്ലോ, ദൈവത്തിന്റെ അഗ്നിയുണ്ടല്ലോ, ഇത്രോ കാലം കത്തിയിട്ട് അതിനെ കെടുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശക്തമായി ദൈവാത്മാവ് പറയുന്നു, യാസ്, നിന്നെ കെടുത്തുന്നതല്ല, ഇത് കെടുത്താൻ കഴിയത്തില്ല. Oh, wow, lam shadi riba laka manashe riba la hadal kamana gadaga riba shamana gadagasi. കെടുത്താൻ കഴിയാത്ത ആത്മസാന്നിധ്യം മോശയുടെ മുമ്പിൽ വെളിപ്പെടുക. പുള്ളി പറഞ്ഞു, അണയ്ക്കാൻ പറ്റുന്നില്ല. ഈ തീയുടെ അടുത്തേക്ക് പുള്ളി അങ്ങ് പോയി. തീയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തീ പുള്ളിയോട് ഇടപെടുകയാണ്. ബൈബിൾ വായിക്കുമ്പോൾ വ്യക്തമായി പുള്ളി എഴുതിയിട്ടുണ്ട്, 80 വയസ്സുവരെ ഞാൻ കണ്ട തീ പലതിനെയും ദഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തീ കത്തുന്നു എങ്കിലും
ദഹിച്ചു പോകുന്നില്ല. ദഹിച്ചു പോയാൽ പിന്നെ നമ്മളില്ലല്ലോ. അതാ പറഞ്ഞു, ഇത് കത്തും. ഇത് ദഹിപ്പിക്കുന്നതല്ല, ഇത് നിന്നെ നിർത്തുന്നതാണ്. ഇത് നിന്നെ നശിപ്പിക്കുന്നതല്ല, ഇത് നിന്നെ നിർത്തുന്നതാണ്. മോശയുടെ മുൻപിൽ കത്തിയ തീ അണയ്ക്കാൻ വേണ്ടി മോശ പോയതാ. പക്ഷെ തീയോട് അടുത്തു ചെന്നപ്പോ ഈ തീ മോശയുടെ ദീപത്തെ തെളിയിച്ചു. ഇന്ന് പകലിൽ മോശയുടെ ദീപം തെളിഞ്ഞപ്പോ 80 വയസ്സുവരെ ഫറവോൻ കെട്ടിയ അടിമത്തത്തിന്റെ ഒരു കണ്ണി പോലും ഇളക്കാൻ കഴിയാത്തവർ ഈ തീ തന്റെ ദീപത്തെ തെളിച്ചപ്പോൾ ഒരൊറ്റ യാത്ര കൊണ്ട് ആ 430 വർഷം പഴക്കമുള്ള സകല കണ്ണികളെയോ അവൻ പൊട്ടിച്ചെങ്കിൽ ഈ തീ നിന്നെ കരുത്തനാക്കി മാറ്റും. ഓ ലബന ശമന ലബന ശേഖേനിയ റബബബന ശേഖേ റീബന ശേഖേനിയ. ഈ തീ നിന്നെ കരുത്തനാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് ശക്തമായി ചിലതിനോട് പറയുക, വെളിപ്പെട്ട് നിൽക്കുന്ന തീ ജഡീകമല്ല, നിന്റെ ആത്മാവിൽ ദീപമായി കത്തിക്കാൻ പോവുക. ദീപമായി കത്തിക്കാൻ പോവുക. 80 വയസ്സുവരെ കൊട്ടാരത്തിൽ കയറാൻ ഭയന്നവൻ ഈ തീ അവനിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി അവന് ഒരിടവും കയറാൻ പേടിയില്ല. കാരണം ഇന്നവരെ നിർത്തുന്നത് ആത്മാവിലെ തീയാ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഞാനിത് പറയുമ്പോൾ ജഡത്തിൽ കത്തുന്ന കാര്യമല്ല, ആത്മാവിൽ കത്തുന്ന കാര്യമാണ്. ഈ മീറ്റിംഗിൽ ഈ മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചിലതിനെ ദൈവം ആത്മാവിൽ ഒരു ദീപമാക്കി നിർത്താൻ പോവുക. നീ കത്തിയാൽ തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞു, അന്ധകാരങ്ങൾ മാറും. ഈ തീക്കൊരു പ്രത്യേകത, ഇത് കത്തിയാൽ പിന്നെ അണയത്തില്ല. ഒന്നുകൂടെ ഞാൻ കയറി പറയുന്നു, നിന്റെ ജീവകാലം വരെ ഈ തീ നിന്റെ അകത്ത് കത്തും. നിന്റെ ജീവകാലം വരെ. ഓ ജീവകാലം വരെ. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കർത്താവ് ഇത് 2 കൊല്ലത്തേക്ക് വേണ്ട. അകത്ത് കത്തുന്ന തീ ആണെങ്കിൽ നിന്റെ ജീവകാലം വരെ ഇത് കത്തും. ജീവിത അവസാനം വരെ ഇത് കത്തും. എവിടേക്കോ ദൈവാത്മാവ് ഇന്ന് പകലൊരു നിക്ഷേപം ഇടാൻ പോവുക. ഞാൻ കാണുന്ന ഒരു തീ ഗോളം ഇറങ്ങി നിൽക്കുക. അത് ചിലതിൻ്റെ അകത്ത് തമ്പുരാൻ നിക്ഷേപിക്കുന്നു. ഇത് അണയുന്ന തീ അല്ല ബ്രദറെ, അണയാത്തതാ. ഇത് തൊടാനൊരു മനുഷ്യന് പറ്റത്തില്ല. നീ ഇന്ന് തീയുടെ അടുത്ത് നിൽക്കുക. അടുത്തേക്ക് വന്നെങ്കിൽ ശമൂവേൽ ബാലനെ കത്തിച്ച ദൈവം ശമൂവേൽ ബാലന്റെ മേൽ തീ അവൻ പകർന്നതുപോലെ, അവനിലും ആ സാന്നിധ്യത്തെ ഇട്ടതുപോലെ ഇന്ന് പകൽ ആരുടെക്ക് ദൈവാത്മ പറയുന്നു, മോശയുടെ മേൽ ഇട്ടതുപോലെ നിന്റെ മേലും ഓ ഓ come on, നിന്റെ മേലും അത് പകരാൻ സ്വർഗം താല്പര്യപ്പെടുകയാ. ഓ ശരധാരധേരേ ജൂഡനാവശൈലവരവലേ ഓ ശരധാരധേരേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമ്മാതല്ല പുള്ളി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കണം. ഇത് മനുഷ്യൻ കത്തിക്കുന്ന സാധനമല്ല, ഇത് മനുഷ്യന് കത്തിക്കാൻ പറ്റുന്ന സാധനമല്ലെന്ന്. ഇത് അവിടുന്ന് കത്തിയാൽ പിന്നെ ഇവൻ ജയിക്കും. അവിടുന്ന് കത്തിയ പിന്നെ ദാവീദ് തോക്കുകയില്ല. അവിടുന്ന് ദൈവം കത്തിച്ചാൽ പിന്നെ ദാവീദ് തല കുനിക്കേണ്ടി വരത്തില്ല. ഇന്നിതിനകത്ത് എവിടേക്കോ തോറ്റ് തുന്നം പാടിയ ചിലതിനോട് സ്വർഗം പറയുന്നത്, നിന്റെ ദീപത്തെ ദൈവം കത്തിക്കും.
ദൈവം കത്തിക്കും. ദൈവം അതിനെ ദീപത്തെ തെളിയിക്കാൻ പോവാ. അത് തെളിയിച്ചാൽ ഇരുട്ടുകൾക്കൊന്നും സ്ഥാനമില്ല നിന്റെ വീട്ടിൽ. പൈശാചികന് സ്ഥാനമില്ല നിന്റെ വീട്ടിൽ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങൾക്ക് വേണ്ടി കേട്ടോ. ചിലരുടെ ഹൃദയത്തിനകത്ത് ദൈവം അതി അങ്ങോട്ട് വയ്ക്കാൻ പോവുക. ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് ചിലർ അഗ്നിയാലുള്ള അഭിഷേകം നിറയും. ലൈവായിട്ട് ശരീരത്തിൽ തീ തൊടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ ഇന്ന് രാവിലെയും പ്രസംഗിച്ചേച്ച് വന്നപ്പോൾ അവിടുത്തെ മീറ്റിങ്ങിലും ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ശരീരം മുഴുവനും പൊള്ളുന്ന പോലെ തോന്നുന്നു. അങ്ങനെയുള്ള ചില ഫീലിംഗുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. കാരണം ഇന്നത്തത് ഒരു അഗ്നിയുടെ അനോയിൻറ്റിംഗ് ആണ്, ഒരു അഗ്നിയുടെ അഭിഷേകമാണ്. ഇത് പകരുന്ന റജിപ്പാശ്രീ എന്നല്ല. നീ യേശുവിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നൊരു തോന്നലുണ്ടോ? ശമൂവേൽ ബാലൻ ഇച്ചിരി നാള് ദൂരെ ആയിരുന്നു. പക്ഷെ അവൻ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി, എന്നെ വിളിക്കുന്ന ശബ്ദം എൻ്റെ കാതിന് കേൾക്കാം. പെട്ടകത്തിൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നു. ഏലി കേൾക്കാത്തത് അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ പെട്ടകത്തിൻ്റെ അടുത്ത. ഇന്ന് ആത്മാവ് ആരുടെക്കോ ഇതിനകത്ത് ശബ്ദം ഉയർത്തി പറയുവാണ്, നീ ചിലത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ അടുത്ത. യേശുവിൻ്റെ പാദപീഠത്തിലാണ് നിൽക്കുന്നതെന്ന് നിനക്കൊരു തോന്നലുണ്ടോ? വെളിപ്പാട് പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഈ പാദപീഠം എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾക്ക് നിൽക്കുന്നത് അപ്പൻ്റെ പാദപീഠത്തിലാണ്. എന്നെ ശ്രദ്ധിക്കണം. റീബാല ശാന്തന റിഗൽഖമന വൈശസ് പ്രൗഢിപിരി ഘടകസി. നിൽക്കുന്നത് പാദപീഠത്തിലാണ്. ആരുടെ പാദപീഠം? യേശുവിൻ്റെ പാദപീഠം. ഹല്ലേലൂയ. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? 5-10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ടൈമാണ് ഇത്. റിബല ശമനഘടക ഋഗൽഖമനഘടക ഷൈഡ പ്രൗഢിപിരി ഘടകസി. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇതുവരെ തെളിയാത്ത ചില വിളക്കുകളെ പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ പോവുക. ഇതുവരെ തെളിയിക്കാത്ത ചില വിളക്കുകളെ സ്വർഗം തെളിയിക്കാൻ പോവുകയാണ്. ഇത് ഡയറക്റ്റായിട്ട് ചിലതിനെ തൊടും. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് തീ തൊടുന്ന അനുഭവങ്ങൾ ചിലരുടെ മേൽ വെളിപ്പെടും. എനിക്ക് കാണാം, ഒരു തീകോളം ഇവിടെ ഇറങ്ങി നിൽക്കുക. ഇത് ചില ശരീരങ്ങളെ സ്പർശിക്കാൻ പോവുക. മനുഷ്യൻ്റെ കരമല്ല, ദൈവത്തിൻ്റെ കരം. അതിൻ്റെ വലിപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുമല്ല. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ പാദപീഠത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഓർക്കണേ, വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ പാദപീഠത്തിൽ നിൽക്കുന്ന നീ കർത്താവിൻ്റെ പാദത്തിലത് നോക്കണം. എന്താ പാദം? ബൈബിൾ പറയുന്നത് മൊത്തത്തിൽ യോഹന്നാൻ പറയുന്നൊരു കാഴ്ചയുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഹിമത്തേക്കാൾ വെളുത്ത തലമുടിയോടെ നിൽക്കുന്നവൻ, സൂര്യനേക്കാൾ ശോഭയുള്ളവൻ, അഗ്നി ജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ. ആ പാദത്തെ നോക്കിയിട്ട് യോഹന്നാൻ പറഞ്ഞ വെളിപ്പാടിങ്ങനെയാണ്, മുല്ലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ. അതിൻ്റെ അർത്ഥം, നീ അവൻ്റെ പാദപീഠത്തിൽ നിൽക്കുമ്പോൾ ആ പാദം തീയാ. നീ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ പാദപീഠത്തിൽ നിന്ന് ഒരു തീ നിന്റെ ദീപത്തെ കത്തിക്കുന്ന തുറന്നു ദൈവ സാന്നിധ്യം ചില ശരീരങ്ങളിലേക്ക് ഇറങ്ങട്ടെ. മഹത്വം തൊടുകയാ. നിന്നെ നിറയ്ക്കുന്ന ദൈവശക്തി ഇന്ന് പകലിൽ നിറയുന്നു ബ്രദർ, നിറയുന്നു സിസ്റ്റർ. ഇന്ന് പകലിൽ ഒരു അഗ്നിയുടെ അനോയിന്റിംഗ്, അഗ്നിയുടെ അഭിഷേകം. ചിലരെ മൂടാൻ പോവുക, ചിലരെ നിറയ്ക്കാൻ പോവുക, ചിലരുടെ മേൽ നിറയാൻ പോവുക. വന്നതുപോലെ നീ പോകത്തില്ലെന്ന്. നിന്റെ അവസ്ഥ മാറും, നിന്റെ ചരിത്രം മാറും, അനുഭവം മാറും. നിറയട്ടെ.
നിറയട്ടെ. ആത്മസാന്നിധ്യത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടാൻ പോവുക. തീയുടെ അഭിഷേകം ഇന്ന് സ്വർഗം നിന്റെ മേൽ കൈമാറുന്ന പകല, കൈമാറുന്ന പകല, കൈമാറുന്ന പകല. തീ ഗ്വാളം ചിലതിനെ തൊടും, തീ ഗ്വാളം ചിലതിനെ തൊടും, തീ ഗ്വാളം ചിലതിനെ തൊടും. ഓ, തീഗോളം ചിലതിനെ തൊടും, തീഗോളം ചിലതിനെ തൊടും. സ്പെഷ്യൽ അനോയിന്റിങ് ഇതിനകത്ത് സ്വർഗം നിക്ഷേപിക്കുക. ചില ഹൃദയങ്ങൾക്കകത്ത് ആത്മാവിലൊരു കത്തൽ. ഓ, വൗ വൗ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എവിടേക്ക് ദൈവാത്മാവ് ശക്തിയോടെ ഇതിനകത്ത് നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പോവുക. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ശക്തിയോടെ ദൈവാത്മാ പറയുന്നു, 1 വർഷത്തേക്കല്ല, 2 വർഷത്തേക്കല്ല, നിന്റെ ആയുഷ്കാലം മുഴുവനും ആർക്കും അണയ്ക്കാൻ കഴിയാത്തത്. ഓ ഓ ഓ, കൂടപ്പിറപ്പിന് അണയ്ക്കാൻ കഴിയാത്തത്, കൂട്ടുകാർക്ക് അണയ്ക്കാൻ കഴിയാത്തത്, നിന്നെ ശാപിക്കുന്നവൻ അണയ്ക്കാൻ കഴിയാത്തത് ആത്മാവിൽ ഈ പകലിൽ കത്തട്ടെ. ഓ, മഹത്വം വെളിപ്പെടുന്നു, മഹത്വം വെളിപ്പെടുന്നു. അനോയിന്റിങ് ചലിക്കുന്നു. ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക. ഈ അഭിഷേകത്തിന്റെ തീ ഇന്ന് പകലിൽ ഹോളിനകത്ത് വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമം ചെയ്യാം. ഓ, സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അടുത്തതിൽ അദ്ദേഹം പറഞ്ഞത്, അന്ധകാരമെല്ലാം പ്രകാശമാകും. അന്ധകാരമെല്ലാം, പരിശുദ്ധാത്മാവ് പറയുന്നു, അന്ധകാരമെല്ലാം, അന്ധകാരമെല്ലാം. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അങ്ങനെ തന്നെ പറയുക. ദീപം കത്തിയാൽ ചില ഇരുട്ടുകളെല്ലാം മാറാൻ പോവുക. ഇത് ചിലരോടുള്ള ദൂത, ചിലർക്ക് വേണ്ടി ദൈവം വിടുന്ന ദൂത. നിന്റെ ദേശത്തിന്മേൽ വ്യാപരിക്കുന്ന ഇരുട്ടില്ലേ, നിന്റെ വീടിന് ചുറ്റും വ്യാപരിക്കുന്ന ഇരുട്ടില്ലേ, നിന്റെ കുടുംബത്തിന് ചുറ്റും വ്യാപരിക്കുന്ന ഇരുട്ടില്ലേ, ഈ ഇരുട്ടുകളെ മാറ്റാൻ തക്കവണ്ണമുള്ള ഒരു ദൈവത്തിന്റെ തേജസ്സിന്റെ ശക്തി നിന്റെ ആത്മാവിൽ ഇന്നു പകലിൽ തൊടുക. ദൈവം തൊടുക, ദൈവം തൊടുക. അസാധാരണമായ ദൈവശക്തി ചില വ്യക്തികളുടെ ദൈവം ഇടുകയാ. നിനക്കെതിരെ ശത്രുക്കൾ ഉണ്ടായിരുന്നു, നിനക്കെതിരെ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നടുവിൽ സ്വർഗം പറയുന്നു, നിന്നെ തോൽപ്പിച്ച് കളയത്തില്ല. നിന്നെ ഒരു ദീപമാക്കി ഞാൻ നിർത്താൻ പോവുക, നിർത്താൻ പോവുക. കളിയാക്കിയവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ദീപമാക്കി, ഒരു ദീപമാക്കി, ഒരു വിളക്കാക്കി നിന്നെ ഉയർത്താൻ, നിന്നെ ഉയർത്താൻ. ഓ ഓ, വിശ്വസിക്ക. ഇന്ന് പകലിൽ ദേശത്തിന്റെ ഇരുട്ടുകൾ മാറാൻ, പട്ടണത്തിന്റെ ഇരുട്ടുമാറ്റാൻ, രാജ്യങ്ങളുടെ ഇരുട്ടുമാറ്റാൻ ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം പേര് സ്വർഗം എഴുന്നേൽപ്പിക്കട്ടെ. Receive it. Fire. Oh oh oh, lam shata rakamanase rimana shekeni rival proudi birigadaga riga shamanagadaga. എവിടേക്ക് ആത്മസാന്നിധ്യം ചലിക്കുന്നു. ഇന്ന് പകൽ ദൈവശക്തി വെളിപ്പെടുന്നു. കാൽപാദങ്ങളിൽ ആത്മാവിന്റെ തീ. നീ കാൽ ചവിട്ടുന്നിടത്ത് ഇരുട്ടുകൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. നീ ചെന്ന് കാല് വെക്കുന്നിടത്ത് ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക് ഇനി ഇരിപ്പിടമില്ല. ഇന്ന് പകലിൽ നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കാൻ ഏതൊക്കെയോ ആത്മാവിൽ കത്തൽ നടക്കുന്നു ഇതിനകത്ത്.
ആത്മാവിൽ കത്തൽ നടക്കുക. ദൈവശക്തിയുടെ പകർച്ച നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിയുടെ അഭിഷേകമാ സ്വർഗം നിങ്ങളുടെ മേൽ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തീയിൽ നിങ്ങൾ നിർത്താൻ പോവുക. തീയിൽ നിങ്ങൾ നിർത്താൻ പോവുക. തീയിൽ നിങ്ങൾ നിർത്താൻ പോവുക. നിന്നെ തകർക്കാൻ മിസ്രൈമിന്റെ അതോറിറ്റിക്ക് കഴിയത്തില്ല. ആമേൻ. നെബൂഖദ്നേസർ രാജാവിന്റെ തീക്ക് കഴിയത്തില്ല. കാരണം നിന്റെ അകത്ത് ആത്മാവിൽ ഒരു തീ, ആത്മാവിൽ ഒരു തീ. ഓ ഓ തൊടുക തൊടുക തൊടുകാണ്. ദൈവ സാന്നിധ്യം ചില ശരീരങ്ങളെ തൊടുകാണ്. ഈ അഭിഷേകം തൊടുകാണ്. ഈ അനോയിന്റിംഗ് തൊടുകാണ്. ഈ അഭിഷേകം തൊടുകാണ്. വിശ്വസിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. ആത്മാവിന്റെ സാന്നിധ്യം മുമ്പറ്റം മുതൽ പുറകറ്റം വരെ ഓ ഓ ഓ ഒരു തീക്കൊള്ളിയാൻ വന്ന് പതിക്കുന്ന പോലെ തൊടുന്നു 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 തൊടുന്നു. ദൈവശക്തി ചില ശരീരങ്ങളിലേക്ക് ഓ ഫയർ. ഓ ഓ തൊടുക തൊടുക തൊടുക. നിൽക്കാൻ കഴിയാത്ത വിധം ആത്മശക്തി നിന്നിൽ പരിവർത്തിക്കുന്നു. നിന്നിൽ പരിവർത്തിക്കുന്നു. Come on, take the glory, take the glory, take the glory. നീ ആള് മാറുന്നു. നീ ആള് മാറുന്നു. നീ ആത്മാവിൽ കത്താൻ പോവുകയാ. നീ ആത്മാവിൽ കത്താൻ പോവുകയാ. ആത്മാവിൽ കത്താൻ പോവുക. നീ ആത്മാവിൽ കത്താൻ പോവുക. നീ ആത്മാവിൽ തെളിയാൻ പോവുക. നീ ആത്മാവിൽ കത്തട്ടെ. വലിയ അനോയിന്റിംഗ്, വലിയ അനോയിന്റിംഗ്, വലിയ അഭിഷേകം നിങ്ങളിൽ കത്തുന്നു. വലിയ അഭിഷേകം നിങ്ങളിൽ പകരുന്നു. വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരിക, ഇറങ്ങി വരിക. നീ കത്തി തുടങ്ങിയാൽ, നീ കത്തി തുടങ്ങിയാൽ ഇരുട്ടിന് നിന്നെ പേടിയാ. ഓ അന്ധകാരത്തിന് നിന്നെ ഭയമാ. നിന്നിൽ വെളിപ്പെടാൻ പോകുന്ന തീ ചില പൈശാചിക ആധിപത്യങ്ങൾ ഭയക്കുന്ന. ഓ ഓ come on come on come on. ചില പൈശാചിക ആധിപത്യങ്ങൾ ഭയക്കുന്ന. Yes sister, yes yes yes. ചില പൈശാചിക ആധിപത്യങ്ങൾ ഭയക്കുന്ന ഒരു അനോയിന്റിംഗ് ഇന്ന് സ്വർഗം നിന്റെ മേൽ പകരുന്നു. ഓ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവമഹത്വം വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ മഹത്വം വെളിപ്പെടുന്നു. ഉടകബല ശന്തൽക്കമന വൈശസ്പ്രൗഢിബിരി ഘടകം അടകക്ഷമന വൈഡം ജനാധരാമന ഘടകസി നിറഞ്ഞു നിൽക്കുന്ന ദൈവമഹത്വം നിന്റെ ശരീരത്തിന്മേൽ തീയായി കത്തട്ടെ. നിന്റെ ശരീരത്തിൻ്റെ മേൽ തീയായി കത്തട്ടെ. ഓ യെസ് 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 യെസ്. ചില ദേശങ്ങളെ ഇരുട്ടിലാക്കി വെച്ചു. ചില സമൂഹത്തെ ഇരുട്ടിലാക്കി വെച്ചു. വ്യക്തിപരമായി നിങ്ങൾക്ക് ഇതിനെ റിസീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്തോണം. ചില പട്ടണങ്ങളെ ഇരുട്ടിലാക്കിയിട്ടേക്കുക. പക്ഷെ ദാവീദ് പറഞ്ഞ വാക്ക്, നീ എൻ്റെ ദീപത്തെ കത്തിക്കണം. നീ എൻ്റെ ദീപത്തെ കത്തിച്ചാൽ എൻ്റെ ദേശത്തിൻ്റെ ഇരുട്ട് ഓടാൻ പോവുക. നിന്റെ ദേശം നിന്നെ നോക്കി വാദിച്ചില്ലേ? നിന്റെ ദേശം നിന്നെ നോക്കി സംസാരിച്ചില്ലേ? നിന്റെ പട്ടണം നിന്നെ നോക്കി കളിയാക്കിയില്ലേ? നിന്റെ ചുറ്റുപാടുകൾ നിന്നെ നോക്കി പരിഹസിച്ചില്ലേ? സ്വർഗം ഇന്ന് നിന്നോട് പറയുക, ദീപം കത്തിക്കഴിഞ്ഞാൽ ഓ ഓ തൊടുക തൊടുക തൊടുക. റിസീവ് ഫയർ. ഓ ഓ ചില ശരീരങ്ങളിൽ മഹത്വം നിറയുന്നു സിസ്റ്റർ, മഹത്വം നിറയുന്നു. നീ നിന്നാൽ മതി. ദേശത്തിൽ നിന്ന് ഇരുട്ടുകൾ ഓടുന്നത് നിങ്ങൾ കാണാൻ പോവുക. ഓ കാണാൻ പോവുക, കാണാൻ പോവുക, കാണാൻ പോവുക. ഇന്ന് ഈ മഹത്വം ചിലതിനെ തൊടുന്നു. ഇന്ന് ഈ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുന്നു. ഇന്ന് ഈ മഹത്വം നിന്നിലേക്ക് ചലിക്കുന്നു. നീ വെളിച്ചമാകുമ്പോൾ ഇരുട്ടുകൾ ഓടുന്നു.
ഗ്ലോറി. തീ കൊണ്ടെന്ന പോലെ അനോയിന്റിങ് ദൈവം ചിലരുടെ മേൽ ഇട്ടുകൊണ്ടിരിക്കുക. കൽപാദങ്ങളിൽ കർത്താവ് നിറയ്ക്കും. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവന്റെ ചുവട്ടിലാണ് നിൽക്കുന്നെങ്കിൽ അവിടെ നിന്നൊരു തീ ഉണ്ട്, അവിടെ നിന്നൊരു അഗ്നി ഉണ്ട്. ഓ ഓ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയല്ല, ദൈവത്തിൽ നിന്നൊരു പകർച്ച. ഒരു അഭിഷേകത്തിൽ നിന്നുള്ള പകർച്ചയല്ല, ദൈവത്തിൽ നിന്നൊരു പകർച്ച. അത് ചിലരുടെ മേൽ സംഭവിക്കാൻ പോവുക, ചിലരുടെ മേൽ സംഭവിക്കാൻ പോവുക. ദൈവത്തിൽ നിന്നൊരു പകർച്ച. ഓ ഓ ഓ ഓ ദൈവത്തിൽ നിന്നൊരു പകർച്ച. എന്തോ ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുകയാണ്, ശക്തമായിട്ട് എന്നോട് സംസാരിക്കുക. ദൈവം കത്തിച്ചാൽ ഒരു മനുഷ്യൻ അണയ്ക്കാൻ പറ്റത്തില്ല, അണയ്ക്കാൻ പറ്റത്തില്ല, അണയ്ക്കാൻ പറ്റത്തില്ല, അണയ്ക്കാൻ പറ്റത്തില്ല. ചൂടാലാപ ശന്താരാജ റീഖപ്രൗഢി റീപക്ഷമനം ദൈവം കത്തിച്ചാൽ ഒരു മനുഷ്യൻ അണയ്ക്കാൻ പറ്റത്തില്ല. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഒരു അഗ്നിയുടെ അഭിഷേകം കർത്താവ് ചിലരുടെ മേൽ പാസ് ചെയ്യുക, ചിലരുടെ മേൽ കൈമാറുകയാ. ഓ വാവ് വാവ്. വളരെ ലാം ഷധേനി റഗൽ ഖമന ഘടകസി. ആ കൊച്ചിനെ ഇവിടെ മക്കളെ, ഒരു അഗ്നിയുടെ അനോയിന്റിംഗ് നിന്റെ മേൽ വെളിപ്പെടും. നീ കത്തി തുടങ്ങുമ്പോൾ ദേശത്തിൽ നിന്ന് ഇരുട്ടുകൾ മാറുന്ന ചില അനുഭവങ്ങൾ നീ കാണാൻ പോവുക. ഒരു മനുഷ്യന്റെ പകർച്ചയല്ല നിന്നിൽ വെളിപ്പെടാൻ പോകുന്നത്. ദാവീദ് പറഞ്ഞ പോലെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഞാൻ ആത്മാവിൽ കാണുന്നു, നിന്നെ മുഴുവനായി ഒരു തീയാക്കി നിർത്തുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ഇപ്പോൾ കഥടെ കഥടെ. ഓ ഓ ഓ ഓ ലാബ്രാഷകെ റിയാന്തേനി റീമാനാഷകേനിയ റീ 14 മാസം നിന്നെ അണച്ചിട്ട ചിലത് ഇനി കരയാൻ പോവുക. 14 മാസം നിന്നെ അണച്ചു വച്ച ചിലത് ഇന്ന് കരയാൻ പോവുക. കാരണം ആ ദേശത്തിന്റെ ഇരുട്ടിനെ ഓടിച്ചു കളയുന്ന ഒരു സ്പെഷ്യൽ തീ നിന്റെ അകത്തേക്ക് സ്വർഗം ഇടാൻ പോവുക. ഓ ഇനി അവന് കളിക്കാൻ പറ്റില്ല, ഇനി അവന് ദേശത്ത് ഇരിക്കാൻ പറ്റില്ല, ഇനി അവന് ദേശത്ത് നിന്നെ നോക്കാൻ പോലും പറ്റില്ല. ഒരു അസാധാരണമായ തീ. ഓ നിറയട്ടെ 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 നിറയട്ടെ. ഓ ഓ തീ തീ തീ. കണ്ടേ, ഈ അഭിഷേകത്തിന്റെ വലിയ പകർച്ചകളെ സ്വർഗം നിറയ്ക്കട്ടെ. നിറയട്ടെ. യേശുവിന്റെ മഹത്വം ഈ പകൽ ചലിക്കട്ടെ. ഓ അഗ്നിയുടെ അനോയിന്റിംഗ് ഇതിനകത്ത് കത്തട്ടെ. കർത്താവ് ശക്തമായി പറയുന്നു, അങ്ങനത്തെ അഭിഷേകം ആർക്കും അണയ്ക്കാൻ കഴിയാത്തത്, ആർക്കും അണയ്ക്കാൻ കഴിയാത്തത്, ആർക്കും അണയ്ക്കാൻ കഴിയാത്തത്, ആർക്കും അണയ്ക്കാൻ കഴിയാത്തത്. സ്വർഗം പറയുന്നു, നിങ്ങളുടെ മേൽ ദൈവം റിലീസ് ചെയ്യാൻ പോവുക, റിലീസ് ചെയ്യാൻ പോവുക, റിലീസ് ചെയ്യാൻ പോവുക. ഓ ആർക്കും അണയ്ക്കാൻ കഴിയാത്തത്. വൈഡം ശമന ഘടകസേ. ആ സാക്ഷ്യം പറഞ്ഞില്ലേ ആ സിസ്റ്ററെ, ആ സാക്ഷ്യം പറഞ്ഞ ആ സിസ്റ്ററേക്ക് വിളിക്കുന്നുണ്ടെടുത്തേക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ നോക്കി പ്രവചിക്കുക. ഇന്ന് നിങ്ങളിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാനുണ്ട് സിസ്റ്ററെ.
ഉടകബല ശന്തൽ കമന വൈശസ് പ്രൗഢിപിരി ഘടകസേ അത്യുന റഗൽ കമന ഘടകസേ. ഇന്ന് പകൽ ആത്മാവ് ശക്തമായി നിങ്ങളോട് പറയുക, ഒരു തീയുടെ അനുഭവം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, പ്രാർത്ഥിക്കുക. അഭിഷേകത്തിൻ്റെ അളവറ്റ പകർച്ച ഇതിനകത്ത് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ റിലീസാകാൻ പോവുക. ഓ ഫയർ ഓഫ് ഗോഡ് കഥ. ഓ നിറയട്ടെ ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് പവർ. ടേക്ക് ദ പവർ. നിറയുക നിന്റെ മേൽ. ഈ അഭിഷേകത്തിന്റെ വലിയ ശക്തി ഇന്നൊരു പകൽ സ്വർഗം നിന്റെ മേൽ റിലീസ് ചെയ്യുന്നു. ടേക്ക് ഇറ്റ്.